നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യം വളരെ ദുരന്തത്തിലൂടെയാണ് നമ്മുടെ നാടിങ്ങനെ കടന്നു പോകുന്നത്. വല്ലാത്ത ദുരന്തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ പണ്ട് പത്രങ്ങളിലൂടെ മാത്രം വായിച്ചറിവുള്ള ഓരോ കാര്യങ്ങളാണ്. ഭൂകമ്പം ഉണ്ടാകുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുക, സുനാമി അടിക്കുക. പടച്ചവന് ഈ വൈറസ് പനികളും എന്തെല്ലാം രോഗങ്ങളാണ് ഇങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു അറുതി കാണുന്നില്ല, ഒരു അവസാനമില്ല. എന്റെ പ്രിയമുള്ളവരെ, മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ പോലും വലിയ വലിയ മഴകൾ. ഇന്നലെ ഞാൻ പടച്ചവനെ വരുന്ന വഴിയിൽ വെള്ളത്തിന്റെ അകത്തൂടെ വണ്ടികൾ മുഴുവനും അത്രയ്ക്കും വല്ലാത്ത സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും പടച്ചവനെ പേടി മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് നമ്മളെ പിടിപെടാൻ തുടങ്ങിയിട്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിനു മുമ്പൊക്കെയാണെങ്കിൽ പല പല പനികൾ, പല പല അസുഖങ്ങൾ പടർന്നു പനിക്കും, ഇങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരാൾക്ക് വന്നാൽ അത് വലിയ അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്ന രീതിയിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കള്ളു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, വീടി വലിക്കുന്നവർ, ഇവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകും, ട്യൂമർ ഉണ്ടാകും എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വരുന്നു. എന്തിന്? കൊച്ചു കുട്ടികൾ പോലും, 3ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അല്ലാഹുവേ പടച്ചവൻ, അവർക്ക് ഒരു ക്യാൻസർ വരുന്നു, ട്യൂമർ വരുന്നു, കിഡ്നി തകർന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ കിഡ്നി തകർന്നു പോകുകയാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നു പോയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. പുതിയ പഠനമനുസരിച്ച് മുസ്ലിമീങ്ങളാണ്. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അള്ളാഹു എഴുതിയത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വാരിക്കോരി തീറ്റിയ. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. മനുഷ്യന്റെ കിഡ്നിക്കും കരളിനും അതുപോലെ മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാകുമെന്ന് വെറുതെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് രോഗികൾ ഏത് കുടുംബം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലാഹുവേ പടച്ചവനെ രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും. ഞാനിപ്പോ വരുമ്പോഴും അല്ലാഹുവേ ഭക്ഷണം കഴിച്ച വീട്ടിലെ വാപ്പ, അല്ലാഹു ഉപ്പയ്ക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന് രോഗമില്ല, ശരീരത്തിന് രോഗമുള്ളൂ. അല്ലാഹു അദ്ദേഹത്തിന് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക. വെള്ളപ്പൊക്കം ഉണ്ടായി, വീട് ഇങ്ങനെ ഒലിച്ചു പോവാ. അതുപോലെ തന്നെ പടച്ചവനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ട് മയ്യത്ത് പോലും എടുക്കാൻ പറ്റൂല. ചില നാടുകൾ തന്നെ അവിടെ പള്ളി പോകുന്നു, അമ്പലം പോകുന്നു, ക്രിസ്ത്യാനി എല്ലാം പോവാ. അങ്ങനെ ഒന്നും ജാതി മതം ഒന്നുമില്ല, എല്ലാം പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക. വെറുതെ ഒന്നുമല്ല ഇത് അല്ലാഹു കാണിച്ചത്. ഖുർആൻ എടുത്ത് നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ഞാൻ ജലപ്രളയത്തിൽ മുക്കിക്കൊന്നു, തൂഫാനിൽ മുക്കിക്കൊന്നു. എത്രയോ പ്രവാചകന്റെ സമുദായങ്ങളെ ഞാൻ തലകീഴായിട്ട് എടുത്തു മറിച്ചു. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് അല്ലാഹു അവസാനം പറയുന്നത്, നീ ചിന്തിക്കും മനുഷ്യ. വെറുതെ എന്നല്ല. ഏതൊരു സംഭവം അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോഴും അതിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നീ ചിന്തിക്കാനാ പറയുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളു. ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല. അല്ലാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതൊക്കെ കാണിച്ചു തന്നു, പഠിച്ചില്ല. നമ്മുടെ നാട്ടിലേക്കും അതെല്ലാം കടന്നു വന്നു. ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമുക്കൊന്ന് പാഠം ഉൾക്കൊള്ളണം. ഇനിയെങ്കിലും നമുക്കൊന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്താണ് ഇതിന്റെ കാരണം? എന്താണ്? പടച്ചവനെ, വെള്ളപ്പൊക്കവും സുനാമിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും എന്തിനാ പടച്ചവനെ നിപ പോലെയുള്ള മാരക രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്? അല്ലാഹുവേ പടച്ചവനെ, ക്യാൻസറും ട്യൂമറും കിഡ്നി തകർന്നവരും പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവരും ഒരുപാട്
ഒരുപാട് മാരക രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വരെ പടച്ചവനെ രോഗം പിടിപെടുകയാണ്. പടച്ചവനെ പ്രഷറും ഷുഗറും എല്ലാം പ്രായമുള്ളവർക്കായിരുന്നെങ്കിലും 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞിന് വരെ പടച്ചവനെ ഇൻസുലിൻ എടുക്കുന്ന കാലമാ. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും മാരകമായ രോഗങ്ങള് എല്ലാം നമ്മളെ പിന്തുടരാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് അതിന്റെ കാരണമെന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹിൽ അർബഉ വഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ. അവിടുന്ന് പറഞ്ഞു തരികയാണ്, മഹാന്മാര് പറഞ്ഞു തരികയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒരു നാട്ടിലെ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ, ഒരു നാട്ടിൽ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വന്നാൽ അവിടെ ദുരന്തങ്ങളും അവിടെ ഭൂകമ്പങ്ങളും സുനാമികളും മാരക രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിപത്തുകളൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം 4 വിഭാഗം ആൾക്കാർ ഇന്ന് കാണാൻ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പറക്കിയെടുക്കാം. 4 വിഭാഗം ആൾക്കാർ ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോൾ, ഒരു നാട്ടിലില്ലാതെ വരുമ്പോൾ ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ 4 വിഭാഗം ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഈ പറയുന്ന 4 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ആ 4 വിഭാഗത്തിൽപ്പെട്ടവരാണോ? നമുക്ക് പഠിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് കളക്ഷനുണ്ടോ? ആദ്യം വേണോ അവസാനം വേണോ? ഉസ്താദിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കാം. മാഷാ അല്ലാഹ്. അപ്പൊ അവസാനം, കാരണം ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അവസാനം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه ما سلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 4 വിഭാഗം. ഇതിലെ ഒന്നാമത്തെ വിഭാഗം നിങ്ങളുടെ പരിസരത്ത് കരുവാങ്കര എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ. കരുവാങ്കല് ഇവിടെ വഴുത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു വിഭാഗം ഞാൻ അവിടെ പറഞ്ഞു, ബാക്കി 3 വിഭാഗം ഇവിടെ പറയാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിടെ വരാത്തവരാണെന്ന് അറിയാം. എങ്കിലും ഇൻഷാ അല്ലാഹ് അതിലെ ഒരു വിഭാഗം ഞാൻ അവസാനം പറയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നാട്ടിൽ ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ 4 എണ്ണമാണ്. 4 വിഭാഗം ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് ഭൂമിയിലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? വാലിമുൻ അലാ സബീലിൽ ഹുദാ. പറയുകയാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, ആലിമീങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. ആലിമീങ്ങൾ
ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ വിപത്തുകൾ ഇറങ്ങുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമുക്ക് ആലിമീങ്ങളുടെ മഹത്വം എന്താണ്, പവിത്രത എന്താണ്, സ്ഥാനം എന്താണ്, അവരാരാണ്, അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, അവർക്ക് നിർബന്ധമായിരുന്നു എന്റെ കുടുംബത്തിൽ ഒരു ആലിമ വേണം. പഴയ വാപ്പമാർക്ക് നിർബന്ധമായിരുന്നു എന്റെ മക്കൾ 5 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ആലിമാകണം. എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് യാസീനോദി ഖത്തമോദിയിട്ട് അല്ലാഹുവേ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ആലിമായ മകൻ എന്റെ കുടുംബത്തിൽ വേണമെന്ന് പഴയ വാപ്പമാർക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു. അങ്ങനെയല്ലല്ലോ അല്ലാഹുവേ, അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹം മക്കൾ ആലിമീങ്ങളാക്കണമെന്നല്ല. കാരണം അവർക്ക് ശമ്പളമില്ല, അവർക്ക് പൈസ കുറവാണ്, അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയില്ല. അല്ലാഹുവേ പടച്ചവനെ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ ആലിമീങ്ങള്. നമ്മൾക്ക് അവരുടെ മഹത്വം അറിയില്ല, എങ്കിലും മഹത്വം അറിയുന്ന ഒരു വിഭാഗമുണ്ട്. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുണ്ടല്ലോ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിക്കാരിൽ കിടക്കുന്ന കബറാളികൾക്കറിയാം ഉസ്താദിന്റെ മഹത്വം എന്താ, ആലിമീങ്ങളുടെ മഹത്വം എന്താ, ഇൽമു പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വം എന്താണ്. ജീവിച്ചിരിക്കുന്നവരിൽ അധികം പേർക്കും അറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം എന്തറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ ആഗ്രഹിക്കുമെന്നാണ്. അല്ലാഹുവേ ഒരു ആലിമ വന്നിരുന്നെങ്കിൽ, ഒരു ആലിമ ഈ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലൂടെ നടന്നു പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹ് കബറാളികൾ ആഗ്രഹിക്കുമെന്നാ. കാരണമെന്തെന്നറിയുമോ, ഖബർസ്ഥാനിലൂടെ ഒരു ആലിമ നടന്നു പോയാൽ ആ മനുഷ്യൻ നടന്നു പോയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആലിമിന്റെ മഹത്വം, ആലിമിന്റെ പവർ. പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ എന്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, MA കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാകണം. ഇന്നത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. എല്ലാവരും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തിനാ മദ്രസയിൽ പോലും അരമണിക്കൂർ പഠിക്കാൻ വിടാൻ, മദ്രസയിൽ പോലും തന്റെ മക്കളെ ഒരു അരമണിക്കൂർ പഠിക്കാൻ വിടാൻ നമ്മളിൽ പലർക്കും സമയമില്ലാതെ വരുമ്പോ ആലിമിന്റെ മഹത്വമെന്നറിയുമോ, എന്താണ് ആലിമിന്റെ മഹത്വമെന്നറിയുമോ? സാരമല്ല സഹോദരാ, വല്ലാത്ത മഹത്വമാണ്. ആദരിച്ച മനുഷ്യനാണ് ആലിമ്, ആദരിച്ചവനാ ആലിമ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. എല്ലാവർക്കും ഇൽമു പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും മുത്തുനബിയുടെ ജീവിതം ഹദീസുകൾ പഠിക്കാൻ കഴിയില്ല.
പ്രിയമുള്ളവരെ, കാരണം അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ നൂറാണ്. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖുൻ നൂറുല്ലാഹി ലാ യുഅതാ ലിഅസീഹി. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു അറിവ് കൊടുക്കൂ, അല്ലാഹു ഇൽമു കൊടുക്കൂ, അല്ലാഹു അവരെ ആലിമീങ്ങളാക്കൂ. എന്റെ പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരേ ഒരു ചരിത്രം മാത്രം ഞാൻ പറഞ്ഞു തരാ. ആലിമിന്റെ ചരിത്രം പറയട്ടെ. ആലിമിന്റെ ചരിത്രം പറയണ്ട, ആലിമിനെ സ്നേഹിച്ച മനുഷ്യന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, തൃപ്പനിച്ചി ഉസ്താദിന്റെ പേരാണ്. അല്ലാഹുവേ, ആ മഹാനവല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല, നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരു ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മഹത്വം പറയാ. ഒരു ചരിത്രം പറയുകയാണ്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉസ്താദന്മാരെ സ്നേഹിക്കുന്നവര്, ഉസ്താദന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര്, ഉസ്താദന്മാരെ ആദരിക്കുന്നവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്ന് ഞാൻ പറഞ്ഞു തരാ. പറഞ്ഞു തരികയാണ്. ഒരു നാട്ടിന് മഴയില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. വെള്ളം കിട്ടാതെ വരുമ്പോ മൃഗങ്ങൾക്കോ കുടിക്കാൻ വെള്ളമില്ല. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അവസാനം ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മഴയില്ലാതെ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തില. ആ സമയത്ത് നാട്ടുകാര് മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. എന്തിന്? അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടി. അവസാനം എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം തമ്പുരാനെ. എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ പെയ്യണില്ല. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. എല്ലാവരും വല്ലാത്ത വേദനയിലായി. പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് പോലും മഴ കിട്ടിയില്ലല്ലോ അല്ലാഹ്. എല്ലാവരും വലിയ പ്രയാസത്തില. അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക. ഒരു പ്രായം ചെന്ന ആരുമൊന്നുമല്ല, ഒരു സാധുവായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്ത് പ്രയാസം? അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്കും മഴയില്ല, ഞങ്ങൾ എല്ലാവരും മഴ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ കിട്ടിയില്ല, അതിന്റെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഈ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? പിന്നെ ഇപ്പൊ എളുപ്പം മറിക്കാൻ പോയില്ല, നമ്മളെങ്ങനെ ചിന്തിക്കാം? ഇവനിപ്പോ ഇത്രയും പേര് ചെയ്തിട്ടെങ്കിൽ ഇയാള് മാത്രം ചെയ്തിട്ട് എന്ത് കിട്ടാൻ? പക്ഷെ ആ ജനങ്ങൾ പറഞ്ഞു, ചെയ്തോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രായം ചെന്ന മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു. ആ പ്രായം ചെന്ന മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് തന്റെ ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. അല്ലാഹുവേ, എന്റെ കണ്ണുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്തത് എങ്ങനെയാണ്? എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ തമ്പുരാന്. ആ മനുഷ്യനങ്ങ് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. ആരാണ് പടച്ചവന്? മനുഷ്യനാരാണ് തമ്പുരാന്? മനുഷ്യന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്താണ്? ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് ഒരുമിച്ച് കൂടി പാവപ്പെട്ട മനുഷ്യനോട് ചോദിക്കുകയാ, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, അദാനി ഐനാനി റഅത അബാ യസീദ് അൽ ബിസ്താമി. എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്തെന്നറിയുമോ? ഞാൻ ഈ കണ്ണ്
റബ്ബിനോട് അല്ലാഹുവേ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് തരണേ എന്ന് ചോദിച്ചാൽ അല്ലാഹു എന്തും ആ മനുഷ്യന് കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ എനിക്കൊരു കാര്യം തരണേ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ചോദിക്കുന്ന കാര്യം അല്ലാഹു കൊടുക്കുമായിരുന്നു. ജനങ്ങൾ ചോദിച്ചു നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? ആ മനുഷ്യൻ പറഞ്ഞു ഈ കണ്ണേതെന്നറിയുമോ? ഈ കണ്ണാരെ കണ്ട കണ്ണെന്നറിയുമോ? അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട ലോകമറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട്, ഒരു ആലിമിനെ കണ്ട കണ്ണാട്, ഒരു ഉസ്താദിനെ കണ്ട കണ്ണാട്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാൽ അല്ലാഹു എനിക്ക് തരുമെന്ന് പറയുമ്പോ ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, പ്രിയമുള്ളവരെ ആലിമിന്റെ മഹത്വം എന്താ? ആനായ തൃപ്പനച്ചി ഉസ്താദിനെ കണ്ട പലരുമുണ്ടല്ലോ. പ്രിയമുള്ളവരെ നിങ്ങൾ ആരാടോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരാടോ? ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ആലിമിന്റെ പ്രാർത്ഥന, ഒരു ആലിമിന്റെ ദുആ, ഒരു ആലിമിന്റെ സ്ഥാനം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു ആലിമിന്റെ ഒരേ ഒരു മഹത്വം ഞാൻ പറഞ്ഞു തരാ. നബി പറയുകയാണ്, സഹാബ 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ് സഹാബ. നബി എവിടെന്ന് പറയുകയാ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണ്. അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയൂല, അവരുടെ കാഴ്ച നഷ്ടപ്പെടൂല. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു വന്നു ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. കറുത്ത കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. നിങ്ങളും ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ച പള്ളിക്കകത്തേക്ക് കടന്നു തന്നിട്ടു ഖിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന കഅബയുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന സമയം എത്രയും ഇബാദത്തിന്റെ കൂലിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നും പറയണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലിയ. ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച കുറയാറുമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്ന് പോകണം ഇടയ്ക്കൊക്കെ. ചുമ്മാ ഇങ്ങനെ നടന്നാ പോരാ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടന്നാ പോരാ. ഒന്ന് പോകണം, മക്കത്ത് പോകണം, കഅബാലയത്തിൽ പോകണം, ഹജറുൽ അസ്വദ് തൊടണം, ഹജറുൽ അസ്വദ് ചുംബിക്കണം, കഅബാലയത്തിന്റെ കില്ല പിടിക്കണം, മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ പോയി നിസ്കരിക്കണം, ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറണം, സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണം. ഇതൊക്കെ പോയി കാണാനും ചെയ്യാനുമുള്ളതാണ്. പൈസയില്ല 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നീട്ടേണ്ട കാര്യമല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ കഴിയൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എന്ന് കൈവക്കി. അതിനും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോപ്പാ? ഇവനൊക്കെ ഇനി എവിടെ പോകാൻ കിടക്കുന്നു? അല്ലാഹു ഹജ്ജിനും ഉംറയ്ക്ക് പോകാൻ പോലും മനസ്സില്ലാത്തവർ പോയിട്ടുണ്ടാകും. അതാ പൊക്കാത്ത പോയിട്ടുണ്ടാകും. ഹജ്ജിന് പോയിട്ടുണ്ടാകും, അതുകൊണ്ടാ പൊക്കാത്ത. അങ്ങനെ ചിന്തിക്കാം. നല്ലത് ചിന്തിക്കണമെന്നല്ലേ? അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എങ്കിലും ഹജ്ജിന് പോയാൽ പിന്നെ പോകണമെന്നല്ലേ ആഗ്രഹം? അല്ലേ? അള്ളാന്റെ കഅബ കണ്ട മനുഷ്യന് പിന്നെയും കാണാൻ പോകാനല്ലേ ആഗ്രഹം? ഉള്ളത് പറ. ആണോ? ഇതൊക്കെ ഏത് കൂട്ടത്തിലായിരിക്കും?
അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പോകണം. ചുമ്മാ ഇങ്ങനെ വാരിക്കൂട്ടി വെക്കാനുള്ളതല്ല. ആഫിയത്തും ആരോഗ്യമുള്ള സമയത്ത് വയസ്സാം കാലത്ത് ഉമ്മായി ഏതെങ്കിലും വണ്ടി കയറ്റി വിടലല്ല. പാപ്പാനെ പ്രായം ചെന്ന പല മാതാപിതാക്കൾക്കും ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ പറ്റാത്തതിന്റെ കാരണം മക്കളുടെ തിരക്ക്. മാതാവിനും പിതാവിനും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, പോകാത്ത എന്ത്? മക്കൾക്ക് സമയമില്ല കൊണ്ടുപോകാൻ തന്നെ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കണ്ടാൽ ലഗേജ് വിടുന്ന പോലെ വിടാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും പോയാ ലഗേജ് കയറ്റിവിടുന്നത് പോലെ വാപ്പാനെ ഉമ്മാനെയും കയറ്റിവിടുക. ഇത് തന്നെ അവസ്ഥ. എന്തിനാടാ മോനെ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമയമില്ല ഒന്ന് വാപ്പാനെ കൊണ്ട് മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ, ഹജ്ജ് ചെയ്യിപ്പിക്കാൻ. ഇന്നത് മക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് നാളെ നിങ്ങളുടെ മക്കളും ചെയ്യണമെന്നൊന്നുമില്ല. ഈ യുവന്മാരുടെ ഒക്കെ ഭരണമാണ്. അള്ളാഹു അല ഇനിയിപ്പം കയറ്റി വിട്ടാൽ തന്നെ വലിയ പ്രശ്നം വരും. അത് ഇനി എപ്പോഴാ പറ്റുന്ന അറിയത്തില്ല. ഉള്ള നേരത്തെ പൊക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സത്യല്ലേ? ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരെയല്ലേ? നമ്മളൊക്കെ ഈ നാട്ടുകാരാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ? നിന്റെ വാപ്പാടെ വാപ്പ 1971 51 ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് എന്ത് രേഖ നിന്റെ എന്ത് രേഖയുള്ള? ഒരു രേഖയില്ല മനുഷ്യ. കാരണം എന്ത്? നമുക്ക് എന്തിനാ രേഖ? പള്ളിക്കാട്ടി പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് എന്ത് രേഖ? എടാ അസ്റായീൽ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക. അപ്പോഴാ ഇനിയിപ്പോ നീ ഇവിടെ ജനിച്ച, നീ എവിടെ ജനിച്ച നമുക്കെന്താ? സ്വർഗമെന്ന് പറയുന്ന വീട്ടിലേക്ക് പോകാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്ന വാഹനവും കാത്തു നിൽക്കുന്നവരാ നമ്മള്. നമുക്ക് എന്നാ വന്ന പെട്ടെന്ന് നമ്മൾ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോണ്ടേ 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 എന്താ പോണ്ട? ഇല്ല, ഇവിടെ തന്നെ നിൽക്കണം. അസ്റായീൽ വന്ന് വിളിച്ചാ പോണോ? പോണോ പോണോ പോണ്ടെന്ന് പറഞ്ഞാൽ ചങ്ങാതി വിട്ടിട്ട് പോവോ? ഇവിടെ കരുണയെന്ന് പറയുന്ന സാധനം ചങ്ങാതിക്കില്ല. അതാ വേറെ ആരുടെയും അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന് കരുണയില്ല. നീ ഒന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പരിഗണനയില്ല. അതുകൊണ്ട് തന്നെ എന്തിനെ ആ മലക്കിന് അള്ളാഹു ഈ ജോലി കൊടുത്തത്? മനസ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അള്ളാഹു എല്ലാ മലക്കുകളോടും പറഞ്ഞു അത്രേ, ഭൂമി പോയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട്. എല്ലാ മലക്കുകളും വന്നപ്പോ ഭൂമി കരച്ചില. ദയവ് ചെയ്ത് എടുക്കരുത്, സങ്കടം പറയാ. എല്ലാരും പിരിഞ്ഞു പോയി. അസ്റായീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്നപ്പോ ഭൂമി പറഞ്ഞ എത്ര കരഞ്ഞുകൊണ്ട്, നീ പോ, അള്ളാഹ് പറഞ്ഞ ഞാൻ എടുക്കും, പൊട ചങ്ങാതി എടുത്തുകൊണ്ട് പോയി. ഇത് ഒരു കരുണയില്ലാത്ത മലക്കാണ് അസ്റായീൽ. വന്നു കഴിഞ്ഞാൽ കൊണ്ടേ പോകത്തുള്ളൂ. അള്ളാഹു നമ്മുടെ യാത്ര നല്ല പോലെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉംറയ്ക്കും ഹജ്ജിനൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യോ? ഓസിന് വേണ്ട, ഓസിന് ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ അവിടെ പോയാ എനിക്ക് ദുആ ചെയ്തവർക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇനി പറ, ദുആ ചെയ്യോ? സന്തോഷം ഇല്ലാത്തതിന്റെ ദുആ ചെയ്യോ? അല്ലാഹു നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരും എത്തിക്കുമാറാകട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം റബീഉൽ അവ്വലിലാ പോണേ. എല്ലാം വാഴല്ലേ റബീഉൽ അവ്വലിൽ പോയിട്ട് മുത്തുനബിയുടെ റൗള ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. റമളാൻ മാസത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. പള്ളി ജോലി ഉള്ളത് കാരണം അത് പറ്റിയില്ല. ഹജ്ജിന് പോകാൻ പിന്നെ അത് എന്തായാലും ഇൻഷാ അല്ലാഹ് മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. നബിദിനത്തിന് ഇൻഷാ അല്ലാഹ് ഉംറയ്ക്കും പോകണം. അടുത്ത വർഷം ഹജ്ജിനും പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ അറിയോ? അറിഞ്ഞിരുന്നെങ്കിൽ വീട് വിറ്റിട്ട് പോയാലേ. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടത്തെ എല്ലാം വിറ്റിട്ട് പോയാൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗവാ പ്രതിഫലം. നിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. രണ്ടാമതൊരു പ്രതിഫലം കൂടെയുണ്ട്. ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? ഒരു ഹാജി ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? ഒരു ഹാഫിദിന് 40 പേർ, ആലിമിന് 10 പേർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാഇന് 70 പേർ. ഒരു ഹാജിക്കോ എത്ര പേര്? പറ മനുഷ്യ, എത്ര പേര്? 400 പേരെ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരെ കൊണ്ടുപോകാം? പറ, എത്ര പേരെ കൊണ്ടുപോകാം? അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, ഉസ്താദേ ഓരോ ഹാജിയാക്കന്മാരുടെ കയ്യിലിരിപ്പ് കണ്ട ഓൻ തന്നെ പോകാറില്ല.
ഇന്നത്തെ ചില ഹാജിയാക്കന്മാരുടെ ഹജ്ജിന് പോയിട്ട് വന്ന വാപ്പാടെ ഉമ്മാടെ സ്വഭാവം കണ്ട അവരെങ്കിലും പോകും, അവര് പോലും പോകത്തില്ല. അങ്ങനത്തെ ജീവിതം. 400 പേരെ ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്ന്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ടെന്ന്. പക്ഷെ ഹാജിയായിട്ട് ജീവിക്കണം, അപ്പോഴേ അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ മക്കത്തും മദീനത്തും പോയിട്ട് വന്നിട്ട് പലിശ പരിപാടി വീണ്ടും പഴയതുപോലെ. ഉമ്മയൊക്കെ വന്ന് അല്ലാഹുവേ ഹജ്ജുമ്മയാണ്, ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നതാ, ഇപ്പോഴും ടിവിയുടെ ഫ്രണ്ട് ഇരിക്കാം. മക്കള് തന്നെ ചോദിക്കുക എന്തിനാ ഉമ്മ അങ്ങനെ മക്കത്ത് വരെ പോയി? അങ്ങനത്തെ അല്ല, ഹാജിയെ പോലെ ജീവിക്കണം. അതൊരു വലിയ പദവിയാ, അത് വലിയൊരു അംഗീകാരമാണ്. നീ അള്ളാഹുവിന്റെ അതിഥിയാ. ഹാജി എന്ന് പറഞ്ഞ വെറുതെ എഴുതി വെക്കാനുള്ള സാധനമല്ല. ഹാജി എന്ന് പറയുന്നത് പലരും ഹജ്ജിന് പോകുന്ന എന്തിന്റെ പേരില്ല. അടുത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പലരും ഹജ്ജിന് പോകുന്നത് പേരിന് വേണ്ടി. ഒരാൾ ഹജ്ജിന് പോയിട്ട് വന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഈ ചെറിയ പള്ളികളിലൊക്കെ കമ്മിറ്റിക്കാർ ഇങ്ങനെ കയറി പോകുന്ന വാതിലിരിക്കും. ആരെങ്കിലും തരുന്ന പൈസ മേടിച്ചിട്ട് എഴുതി വെക്കാൻ ദുആ ചെയ്യാം. ഇവിടെ കൊണ്ടോ അങ്ങടെ നാട്ടിലേക്ക് കണ്ടിട്ട്. അപ്പൊ ഒരു പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് വന്നിട്ട് ഒരു പൈസ കൊടുത്തിട്ട് പറഞ്ഞു എഴുതാൻ. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചു. ഉദാഹരണം പറഞ്ഞ അബൂബക്കർ 501 രൂപ ദുആ ചെയ്യാം. അപ്പൊ അയാൾ ചോദിക്കുക,